തീർന്ന് എനിക്ക് എണ്ണ ഇട്ടൊന്ന് മസാജ് ചെയ്യണം. ഇത് എണ്ണ എന്താ എണ്ണ? ഷാമ്പു തലയിൽ തേക്കുന്ന ഞാൻ മാമി പോകുമ്പോ തന്നൂടെ. നീ നിനക്ക് മാത്രം എടുത്തോണ്ട് വന്നാടാ? സത്യം സ്വന്തം കാര്യം സിന്താബ. അതൊക്കെ കളയല്ലേ. ഞാൻ തരൂല, കൊടുക്കടാ. എടോ ഒരെണ്ണം എന്താ തരൂല. അതെന്തോ പിന്നല്ലാതെ മാമി അങ്ങനെ വളരണ്ടേ. രണ്ടെണ്ണം ചാച്ചി താഴെ കളയാണ് ചെയ്യുന്നത്. അതെടുക്കണ്ട. എന്തുവാണ് ഇടി വെച്ച്. നിനക്ക് എന്താടി മുത്തേ? അമ്മ ഒരെണ്ണം തരാൻ പറഞ്ഞു തന്ന. വേറെ ഞാൻ തരൂല്ലേ, അവന്റെ കൈയിട്ട് വരണ എന്തിനാ? അല്ല അവന് തന്ന എന്താ? പിള്ളേരെങ്ങനെയാണ് വളരണ്ടേ? പിന്നെ ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനോട് ഇത്രയും പ്രായമായ അവള് വന്ന് തല്ലു പിടിക്കാൻ നടക്കുന്നു. എത്ര പ്രായമായാലും അനിയനും ചേച്ചിയല്ലേ, കൊടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അനിയനും ചേച്ചി ആയിരുന്നില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുത്ത് ശീലിക്കണം. അവളും കനകനും ഇതിനപ്പുറമായിരുന്നു. ഉള്ളതല്ലൊക്കെ വാങ്ങിക്കും അവൻ. ഇവള് മിണ്ടാതെ ഒന്ന് കളയും. നിങ്ങളുടെ കാര്യം പറയാനും ഇല്ല. ക്ലീറ്റോ സാമർഥ്യോട്ടെല്ലാം വാരി തിന്ന്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ അവൻ നിന്ന് അവളെ തള്ള എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്ക് അവൻ നിന്ന് കരയും. പിന്നെ അവളെ പാട്ടിലൊക്കെ പോവുകയും ചെയ്യും. അതായിരുന്നു ഇവിടുത്തെ പ്രകൃതി. എന്താ പറഞ്ഞ? എന്നെന്താ പറഞ്ഞ? അല്ല നീ ഇതുപോലെ ആയിരുന്നു അന്ന്. അല്ല അല്ല, നീ ഉള്ള വഴക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അടി എത്രയാ ചെറുക്കം വാങ്ങിക്കുകയും ചെയ്യും. പാവം. ഞാനൊരു അടിയും കൊണ്ടിട്ടില്ല. നിനക്ക് എങ്ങനെ അറിയാ കൊണ്ടിട്ടുണ്ടായില്ലെന്ന്? എനിക്ക് കിട്ടിയ അടി അമ്മയ്ക്കല്ലേ ഓർമ്മ. അപ്പൊ കൊച്ചത്തെ കാര്യമെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഒന്നും പാവല്ലായിരുന്നു അമ്മേ. അമ്മനോട് എനിക്കറിയാൻ പാടില്ല. എവിടെ ഇത്തിരി പാവമായിരുന്നു. അത് ഉള്ള കാര്യം പറയാൻ വഴക്കുണ്ടാക്കുകയും ചെയ്യും. അവനെല്ലാം വാരി തിന്നുകയും ചെയ്യും. അവസാനം അവന്റെ തള്ള ഒന്ന് കയ്യോങ്ങാൻ ചെന്ന് അവൻ നിന്ന് മോങ്ങും. ഉടനെ തള്ള അങ്ങ് പൊക്കളയും. എവിടെ ചേട്ടൻ ഉച്ചക്ക് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. എന്തോ വലിയ കച്ചവടം ഒത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പോയേക്കണതാ. വണ്ടി കച്ചവടം. രാവിലെ റൊണാൾഡോ ചേട്ടനായിട്ട് പഴ കുടിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞോണ്ട് അവന്റെ വർക്ക്ഷോപ്പിൽ ഏതാണ്ട് ഒരു വണ്ടി വന്ന്, റൊണാൾഡിന്റെ വർക്ക്ഷോപ്പില്. അപ്പൊ അത് മറ്റേ വിൽക്കാനുള്ളതേ. ഇവൻ അതെടുത്ത് മറിച്ച് ആർക്കോ കൊടുത്ത്. അത് ക്ലീറ്റോന് ഇഷ്ടപ്പെട്ടില്ല. ക്ലീറ്റോനോട് പറഞ്ഞില്ല. ക്ലീറ്റോന് ഒരു വണ്ടി മേടിക്കണമെന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് വേണ്ട വഴക്കായിരുന്നു. അല്ല, ഒരു വണ്ടി അവനും ആവശ്യമാണ്. ഉള്ള കാര്യം ഞാൻ എന്നിട്ട് പെട്രോൾ എവിടെ നിന്ന് എടുത്ത് ഒഴിക്കും? ചേച്ചി പൈസ കൊടുക്കും. പിന്നെ ഇപ്പോഴും എന്റെ അരി കലത്തിലിട്ട് കൈയിട്ട് വരില്ല പണി. അങ്ങനെയൊന്നുമില്ല. നിനക്ക് അല്ലെങ്കിലും അടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വല്ലപ്പോഴും ഉള്ളു. അത്ര വ്യത്യാസം. അല്ല, നിങ്ങൾക്ക് ചുമ്മാ മധുരം മധുരം. ഞങ്ങളെ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചപ്പോ കർത്താവ് വണ്ടി ഇവിടെ എത്തിച്ചു തന്നില്ലേ? അതാണ്. അല്ല, അമ്മ പറയുമായിരുന്നു ക്ലീറ്റോന് ഒരു വണ്ടി വേണം എന്നും പറഞ്ഞോണ്ട്. അതല്ലേ പറഞ്ഞ വണ്ടി ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ. ആരുടെ വണ്ടിയാ? കച്ചവടത്തിന് വന്ന വണ്ടി. ഞാനൊരു വിലയിട്ട് സംസാരിച്ച് ഒതുക്കി ഇങ്ങ് എടുത്തു. ഓ, കച്ചവടത്തിന് വന്നതാ? ഓ, ഇനിയിപ്പോ കൊടുക്കാനൊന്നും നോക്കണ്ട. ക്ലീറ്റോ ഇതങ്ങ് വാങ്ങിച്ചു തരാ. എന്നിട്ട് ഒരു ഡ്രൈവറെ കൂടെ വയ്ക്കണം. എന്നിട്ട് പിന്നെ ക്ലീറ്റോ പറയിൽ എങ്ങനെ ഇരിക്കണം. ഡ്രൈവർ ഓടിച്ചോണ്ട് പോകും. ഈ ജനങ്ങളെ എല്ലാം ഇങ്ങനെ കൈ കാണിച്ചോണ്ട് പോകും. ഡ്രൈവർ വെക്കൂലല്ലോ. എത്രയോ പേര്, 2 പേര് പോണത്. അങ്ങനെയൊന്നുമില്ല, വെക്കാം. ഇപ്പൊ സൗകര്യമുള്ളവർക്ക് വെക്കാം. എനിക്കിപ്പോ ഡ്രൈവറാണോ എന്ന് എനിക്ക് വെച്ചൂടെ? ശമ്പളം കൊടുക്കണം, അത്രേ ഉള്ളൂ. അതെ, പാർട്ടി വരുമെന്നും പറഞ്ഞിട്ട് എടുത്തു. അപ്പൊ അവന്മാർ വന്നില്ല. അവന്മാർക്ക് ഈ വണ്ടി കൊണ്ട് നടക്കാനുള്ള വിധിയില്ല. വേറെ ഏതെങ്കിലും വലിയ പാർട്ടി വരും, നമുക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടും. ഇനിയിപ്പോൾ അവരും വന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കും. 2 ദിവസം കഴിഞ്ഞ് ശശി എന്ന് പറഞ്ഞൊരു ബ്രോക്കറെ വിളിച്ചിട്ടുണ്ട്. അവനൊരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് കൊടുക്കും? കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇത് എല്ലാം സെറ്റായി വരണോടി 2 ദിവസം, മിക്കവാറും 2 ദിവസത്തിനകത്ത് തന്നെ നടക്കും. ഡാഡിയുടെ അല്ല, നമ്മളെല്ലാവരും കൂടെ ഇല്ലല്ലാതെ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടിക്കായിരുന്നു. വെച്ചിട്ട് കയറിയിരിക്കാണ്ട് നല്ല രസമായിരിക്കും ഇപ്പൊ ബൈക്ക് അങ്ങോട്ട് വേണം വണ്ടിയുടെ മോളിൽ കയറാൻ. ഇപ്പൊ നാണ്ട ഇവളെ പോലുള്ള പിള്ളേരെല്ലാം ഇത് ഓടിക്കുന്നുണ്ട്. പിന്നെ
അവിടെ വീണിട്ട്. ക്ലീറ്റോ ചേട്ടാ ആ. ഈ വണ്ടിയിലല്ലേ ചെറുക്കന്മാരിങ്ങനെ മൂക്കും കുത്തി വായുവിൽ പോണ പോലെ പോണത്? എടി ഇത് അങ്ങനെ പോകാനുള്ള വണ്ടി തന്നെ ഇങ്ങനെ പോകും. ആ പിന്നെ ക്ലീറ്റോക്ക് ഇപ്പൊ വണ്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്, വാങ്ങിച്ചാല്. ആ ഇവിടെ ഇരിക്കട്ടോ നിങ്ങൾ. എന്തിന് നീ ഇങ്ങനെ കമന്ന് കെട്ടിക്കിടക്കാൻ ആരെ കൊണ്ട് പറ്റും? നമുക്കൊരു സ്കൂട്ടർ പോലെ കനകന്റെ പോലത്തെ ഒരു വണ്ടി മതി. മതി എങ്കിൽ മതി. ഇത് വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ഇടപെടുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇത് നല്ലതാ, കുറച്ച് വെയിറ്റ്. എടി എടി കാലിലോട്ട് വീഴും. ആ, സൂക്ഷിച്ച് ഇച്ചിരി വെയിറ്റ് ഉള്ള വണ്ടി. ക്ലീറ്റോ ഇതിന്റെ ശരിക്കുള്ള വില ഒരു 2.5-3 ലക്ഷം രൂപ വില ഉണ്ട്. അത്ര ഉണ്ടോ? പിന്നെ 3 ലക്ഷം രൂപയോ? ആ, എന്റെ ദൈവമേ, 3 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് മേടിക്കാമല്ലോ, നല്ല സുഖമായിട്ടിരുന്ന് പോവാല്ലോ. കാറ് വാങ്ങിച്ചാൽ അതിനകത്ത് അടഞ്ഞു കൂടിയിരുന്നല്ലേ പോകാൻ പറ്റൂ. ഇതുപോലെ ഇങ്ങനെ പോകാൻ പറ്റൂലല്ലോ. വായു കാറ്റെല്ലാം കൊണ്ട് ആൾക്കാരെ കണ്ടു പോകണമെങ്കിൽ ഇത് തന്നെ പോണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡ്രൈവറെ വെച്ച് അങ്ങനെ പോകണം. അതാണ്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. 3 ലക്ഷം രൂപയൊക്കെ ഭയങ്കര കൂടുതലാ. അത് ഇതിന്റെ ശരിക്കുള്ള വില ഇതിപ്പോ അത്രയൊന്നും കൊടുത്തില്ല. എത്ര രൂപ കൊടുത്ത്? അതൊന്നും ഞാൻ ഇപ്പൊ പറയൂല. കച്ചവടം എല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം എത്രയായി, എത്ര ലാഭം എന്നെല്ലാം ഞാൻ നിന്നോട് പറയാം. അപ്പ പറഞ്ഞാ മതി. വെറുതെ ഇപ്പൊ പറഞ്ഞിട്ട് എപ്പോഴുള്ള ബിസിനസ് പൊട്ടുമല്ലോ, അതുപോലെ ഇനി ആവണ്ട. കേറിയിരടാ, പൊട്ടുമല്ലോ. ഉമ്മ ഒരു ഫോട്ടോ എടുക്കാൻ കേറിയിരി. ഇരുന്നോ, കണ്ണാടി വെച്ചോ, കാണണ്ട്. പിടി. ഓ ഗമയിലിരുന്നോ. ആ അങ്ങനെ കിടക്കണം, അങ്ങനെ തന്നെ. ഇരിക്കണ എന്നാ അവളെയും കൂടി ഒന്ന് കയറ്റിയിരുത്ത്, കൊതിയല്ലേ? കേറിയിരടി. പിടിച്ചോട്ട വിളിയിട്ട് കാലിലോട്ടെങ്ങാനും വീണ. എന്തു കണ്ണാടി വെച്ചോ, ഒരു ഫോട്ടോ എടുക്കട്ടെ. നിന്റെ കൂട്ടുകാരികളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടോ. വേണ്ട നിവർത്തണ്ട, അങ്ങനെ തന്നെ വെച്ചാ. വേണ്ട നീ അങ്ങനെ ഇരുന്നാ മതി. നിവർത്തി എടുക്കണമായിരുന്നു. അത് വേണ്ട. ഇരിക്കുന്ന അപ്പാ അമ്മ. അമ്മ വേണ്ട അമ്മ ഒന്നും വേണ്ട. കൈകാലൊക്കെ വല്ലോ. അമ്മ ഞാൻ ഇതിൽ കയറ്റി പുറകെ ഇരിച്ചിട്ട് കറക്കും. ഞാൻ അമ്മയുടെ ഡ്രൈവർ. അമ്മ ബാക്കിൽ നിന്ന് എല്ലാരും കൈ കാണിച്ചു പോകണം. എന്നോട് മാത്രം പറയാത്ത എന്താ? ഇരിക്ക്. പിടിയടി മുത്തേ. പക്ഷെ നല്ല പുതിയ വണ്ടി പോലെ ഇരിക്കണ്ടല്ലേ? ഇത് പുതിയത് തന്നെ, എവിടെ പഴക്കമൊന്നും ഇല്ല. ഇത് എവിടെന്നാ? ആരുടെ ആയിരുന്നു ക്ലീറ്റോ ചേട്ടാ? ഇത് ഓടിയില്ല. അതായത് ഇത് നമ്മളെ ഒരു അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞാൽ മോൻ അമേരിക്കയിൽ പഠിക്കാൻ പോയി. അപ്പോൾ തന്തയും തള്ളയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. വണ്ടി വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ ഇരുന്നപ്പോൾ ഇതെടുത്ത് കൊടുക്കാന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ഇത് ഓടിക്കാൻ ആരുമില്ല. ഇത് ആരും ഓടിക്കുന്നത്? ചെറുക്കൻ പോയി അമേരിക്കയിൽ. അങ്ങനെ ഇത് മേടിച്ചതാ. ഓ എന്നാലും 3 ലക്ഷം രൂപ. എന്നിട്ട് കനകം പോലീസിന് അയച്ചു കൊടുക്കാം. നിർത്താൻ പറ്റുമോ? ഓക്കെ. തങ്കത്തിനെ കൂടെ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കും. പോമേ നിന്റെ ഫേവറേറ്റ് കറി ഗ്രീൻ പീസ്. അല്ലേ കൊണ്ടുവരുന്നു. വിശന്നിട്ട് പ്ലീറ്റോ വാ കഴിക്കാം. അമ്മ ഇരിക്കും. ഞാൻ പിന്നെ ഇരുന്നോളാം. എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കും. ആ റൂമിന്റെ ജനൽ തുറന്നിട്ട് അത് അടയ്ക്കാത്താരാണ്? കാറ്റ് കയറിട്ട് കൊതു കയറി. കാറ്റ് കയറും. ഭയങ്കര ചൂട് ഇവിടെ. കൊതു കയറി. റൊണാൾഡിനെ കാണില്ലല്ലോ. ഇന്നലെ വഴക്ക് പറഞ്ഞതിൻ്റെയാന്ന് തോന്നുന്നു. ഇന്നലെ രാവിലെ. പിന്നെ അത്രയും വഴക്കൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കര വണ്ടി സ്നേഹം. ഇപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഇത്രയും വണ്ടി സ്നേഹം ഉള്ളത്. അതെ തങ്കം, ഞാൻ പറഞ്ഞതുള്ളത് ശരി തന്നെ. കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് കരുതി വെച്ചിരുന്നതിന് പിന്നെ അതിന് വണ്ടി ഒരു നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മര്യാദ വേണ്ടേ? ഒരു വണ്ടി നല്ല ലാഭത്തിന് വന്നാൽ എൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടേ? നമ്മുടെ അടുത്ത് മറിച്ച് വിറ്റാൽ എന്തെങ്കിലും എനിക്കും കിട്ടും, അവനും വല്ലതും കൊടുക്കാം. കുടുംബത്തിനോട് സ്നേഹം വേണ്ടേ? അല്ലായിരുന്ന പിന്നെ എങ്ങനെ? ഒന്നും പറഞ്ഞിട്ട് അത്രയൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ല, പറഞ്ഞത് തന്നെ. ഇനിയിപ്പോൾ മാറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ പ്രശ്നമുണ്ട് അവന്. ഇത്തിരി ഉഴപ്പ് കൂടുതലാണ്. നിങ്ങളുടെ അനിയനല്ലേ? ഗ്ലാസ് ഒന്നും കഴിക്കുന്നുണ്ട്. 2 ഗ്ലാസ് കൂടി ഇങ്ങോട്ട്. എന്തായാലും ഡാഡി ആഗ്രഹിച്ച പോലെ വണ്ടി കിട്ടിയേ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് വിൽക്കണ്ടായിരുന്നു. നമുക്ക് പിന്നെ വിൽക്കാതെ അത് ഇവിടെ വെച്ചിട്ട് എന്തിനാ? അല്ല, ഡാഡിക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ നല്ല ഉപയോഗിക്കാം. ഇതൊക്കെ കൊച്ചു പിള്ളേർ ഉപയോഗിക്കാനുള്ള വണ്ടിയാണ്. പിന്നെ ഇപ്പൊ അങ്ങനെ പ്രായമൊന്നുമില്ല ഡാഡി. ഡാഡി ഇഷ്ടമാണോ? ആണ്, നമുക്ക് നോക്കാം. അവൾ അങ്ങനെയൊക്കെ പറയും. അത് വിൽക്കാൻ നോക്കുക കേട്ടോ. എന്തിനു വിറ്റിട്ട് അമ്മയ്ക്കും ഡാഡിക്കും കൂടെ എവിടെയെങ്കിലും ഒക്കെ പോവാ അതിലിരുന്ന്.
നീ അമ്മയും ഡാഡിയും പോണത് പഴയ ഒരു ആൽബത്തിലൊരു ഫോട്ടോ കാണണമല്ലോ ഞങ്ങൾ സൈക്കിളിൽ പോണത്. പഴയ ഞങ്ങളുടെ കാലഘട്ടം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ വണ്ടി മതി. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി കച്ചവടം ആകുന്നവരെ ഇവിടെ ഇരിക്കട്ടെ. അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ കറക്കവും കറങ്ങാം അതിൽ കയറി. ഇനി അതൊക്കെ കൊണ്ടു നടന്ന് ആ വണ്ടിയുടെ വില കുറയും. ഉള്ള വിലയ്ക്ക് അത് വിൽക്കാൻ നോക്ക്. അതെങ്ങനെയാണ് വില കുറയുന്നത്? എന്നെ കൂടെ കൊണ്ടുപോകണേ ഡാഡി. നിന്നെ കൊണ്ടുപോകില്ല, നിന്നെ കയറ്റിയിരുത്തി അങ്ങ് ഓടിപ്പിക്കും. നീ ഓടിച്ച് പൊക്കോളാം. PI ശശി കഴിക്കുമ്പോഴേ വിളിക്കാം. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെവി സ്പീക്കർ ഇടാം. കച്ചവടം ശശി പറ. വരാന്ന് പറഞ്ഞ പാർട്ടി വേണ്ടെന്ന് പറഞ്ഞു. ബെസ്റ്റ്. കുഴപ്പമില്ല ശശി. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനേക്കാളും നല്ല പാർട്ടി വേറെ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ നീ പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ സമ്മതിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതല്ല ക്ലീറ്റോ, അവര് പറഞ്ഞ കാര്യമാ കുഴപ്പം. എന്ത് കാര്യം? അത് 2 പ്രാവശ്യം കൈമറിഞ്ഞ വണ്ടിയാണ്. എടുത്ത 2 പേരും ആക്സിഡന്റിൽ മരിച്ചു. അങ്ങനെ വേണ്ടാതെ കിടന്ന ആ വണ്ടി വർക്ക്ഷോപ്പിനെ ശരിയാക്കി വെച്ചതാണ്. ശാപമുള്ള വണ്ടിയാണത്. ശശിക്ക് വണ്ടി വേണ്ടെങ്കിൽ വേണ്ട, ഓക്കെ, അത് ഞാൻ വേറെ വിറ്റോളാം. പിന്നെ ഈ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്മരത്തെ ഈ 2 കിട നമ്പർ ഒന്നും ഇങ്ങോട്ട് അടിക്കണ്ട കേട്ടോ ശശി. അവസാനം ആക്സിഡന്റിൽ മരിച്ച ആ പയ്യന്റെ ഫോട്ടോയും വാർത്തയും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം വാട്സാപ്പിലോട്ട്. എനിക്കിപ്പോൾ അതൊന്നും വേണ്ട. ഇതുപോലെ കുറേ കണ്ടതാണ് ഞാൻ കേട്ടാ. എനിക്കറിയാം വണ്ടി വിൽക്കാൻ. ശശിയുടെ സഹായം വേണ്ട. ശശി ഫോൺ വെച്ചേരാ, ഞാൻ വെച്ചേക്കാം. ചുമ്മാ വേണ്ടടി, നീ ഉറങ്ങണ്ട. നീ ഉറക്കമില്ല, തലപ്രാന്തിരിക്കണം. എടി, നീ എപ്പോൾ പൈസയ്ക്ക് വിളിച്ചാലും ഞാൻ വല്ലവൻ്റെ കാല് പിടിച്ചോ കടം മേടിച്ചിട്ടല്ല അയച്ചു തരത്തില്ലേ. ഒരു ദിവസം വൈകിയപ്പോഴത്തേന് നീ ക്ലീറ്റ വച്ചപ്പോഴത്തെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? അങ്ങനെ എന്തെല്ലാം പറഞ്ഞതെന്നറിയോ? എന്തോ ബൈക്കിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല, നീ നുണ പറഞ്ഞതുകൊണ്ട് കൂടിയാ. അച്ഛനെ പോയി ഒന്നേക്കുന്നു. ആരാ? വണ്ടി ഒന്ന് നോക്കാൻ വന്ന. വണ്ടി നോക്കാനാ? ഇതാരുടെ വണ്ടി? കഥവും കുറ്റിടാതെ. ചേട്ടത്തി വന്നാ വരണ്ടായിരുന്നു. വരണേനൊക്കെ ഒരു സമയമുണ്ട്. തോന്നും പോലെ വരാനും പോലെ സത്രമൊന്നുമല്ല. കേറ്ററിംഗ് എന്ന് പറയുന്നത് രാത്രിയും പകലോട്ടുള്ള പണിയാണ്. അതല്ലല്ലോ ആശാന്റെ പണി. വർക്ക്ഷോപ്പല്ലേ? വർക്ക്ഷോപ്പിൽ പണി പറയുമ്പോൾ കേറ്ററിങ്ങിന് പോവും, കേറ്ററിങ്ങിന് പണി പറയുമ്പോൾ വർക്ക്ഷോപ്പിൽ പോവും. ഈ കഥ കുറ്റിടാൻ എന്ത്? തമ്പ്ര എഴുന്നള്ളൂ എന്ന് അറിയാമല്ലോ. അപ്പം അടച്ചിടാൻ പറ്റൂലല്ലോ. എല്ലാം കഴിച്ചാ? സന്തോഷം. പുറത്തൊരു ബൈക്ക് ഇരിക്കുന്നു കണ്ടല്ലേ? നമ്മൾ വിചാരിച്ചാലും ബൈക്കൊക്കെ കിട്ടും ലാഭത്തിന് കേട്ടോ. അതിൻ്റെ അടുത്തൊരു പയ്യൻ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. പയ്യൻ? ഏത് പയ്യൻ? അതറിയത്തില്ല, ഞാൻ വന്നപ്പോൾ കണ്ടിട്ട് ഉണ്ടാകാൻ കയറി. സുനീറിൻ്റെ ഗറോഫിൽ വണ്ടി നോക്കാൻ ഒരു പയ്യൻ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ രാവിലെ വരാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ വന്ന് നോക്കിയിട്ട് കഥവല അടച്ചിട്ടൊക്കെ കൊണ്ട് പോയായിരിക്കും. കഥവല അടഞ്ഞ് കിടക്കുന്നുണ്ട്, ആളെ കാണാത്തോണ്ട് പോയായിരിക്കും. നാളെ വരാൻ വേണ്ടിയിട്ടായിരിക്കും.
കള്ളന്മാരെ ശല്യമുണ്ട്. ഹാൻഡിൽ ലോക്ക് ചെയ്ത് ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ട് മറിച്ചു കൊടുക്കാണോ ആണെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടോ ഞാൻ വേണമെങ്കിൽ കയറി നോക്കാൻ. എങ്ങനെ? വേറെ ഒന്നും കൊണ്ടല്ല, ആളെ വണ്ടി എടുക്കാൻ പറ്റുന്നതിന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് അതിൻ്റെ ഒരു വില കുറയ്ക്കും, ഏർപ്പാടുണ്ട്. തൽക്കാലം വേണ്ട. ഇപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നോക്കിയാണ് എടുത്തേക്കണേ. നിലവിൽ അതിന് പണിയൊന്നുമില്ല. ഇനി പണി തരാനാണ് ഉദ്ദേശമെങ്കിൽ വേണ്ട കേട്ടാ. ഒരുപാട് പേര് എനിക്ക് ചുറ്റും നിന്ന് ഇപ്പോൾ പണി തരണുണ്ട്. അതായത് ആരെങ്കിലും ആവട്ടെ. ഇപ്പം തന്നെ ഒരുത്തൻ എനിക്ക് ഫോണിൽ പണി തന്നിട്ട് വെച്ചതേ ഉള്ളൂ. ഓ, വീട്ടിലൊരു മെക്കാനിക്കൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി കൊച്ചെടുത്ത കൂടെ കൂട്ടാം. ഇതേ മെക്കാനിക്കിൻ്റെ കയ്യിലൊരു വണ്ടി ലാഭത്തിന് വന്നപ്പോൾ മെക്കാനിക്ക് കുടുംബത്തിൽ അറിയിച്ചില്ലല്ലോ, ഒറ്റയ്ക്ക് കൊടുത്തില്ലേ ഇല്ലേ? എല്ലാം പെട്ടെന്നായിരുന്നു. ആ അതെ, ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ലെങ്കിലും ചോറ് തരണവനോട് നിന്ന കാണിക്കരുത്. അല്ല ഇനി എന്തായാലും എനിക്ക് കയറാൻ പോലും ഞാൻ അറിയിക്കാം. വേണ്ട വേണ്ട. അല്ല ഒരു മോഡലുണ്ട്, വിലഭാഗം വല്ലതും പറഞ്ഞോ? അങ്ങനെ വിലഭാഗം എന്താ പറഞ്ഞത്? നല്ല വില പറഞ്ഞു, ഭയങ്കര ലാഭം പറഞ്ഞു. എത്ര? പക്ഷെ എത്രയെന്ന് പറയാൻ മനസ്സില്ല. ഈ പോക്കറ്റ് നിറഞ്ഞിരിക്കും. പോയ കിടന്ന് ഉറങ്ങാൻ നോക്കണം. കുടുംബത്തോട് നന്ദിയില്ലാത്തവൻ. കഴിക്കാനുണ്ടെങ്കിലും അവരെവിടെ വെച്ച് കാണാനില്ലല്ലോ. വരുമായിരിക്കും ഇപ്പൊ, വരേണ്ട സമയമായി. എവിടെയാണ് രണ്ടുകൂടെ പോയിട്ട് കാണുന്നില്ലല്ലോ. ഓ അതാ ഞാൻ വണ്ടി ഇഷ്ടപ്പെടാൻ ചേച്ചിക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട് കാണും. അപ്പൊ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ? കൊറേ പോയിട്ടുണ്ട്. പോവാനായിട്ട് റെഡിയായി നിൽക്കട്ടോ രണ്ടുപേരും. നല്ല രസമുണ്ട് വരുന്ന കാണാൻ. രസം ആണല്ലേ, വിമാനത്തിലിരിക്കണ പോലെ. ചേച്ചിയുടെ തല ഇങ്ങനെ കാണായിരുന്നു. ആ നമ്മള് കുണ്ടും കുഴിയൊന്നും അറിയണില്ല. ആണോ? ആ അല്ലേ, അത്രയും ലക്ഷങ്ങളാവൂന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ. ഇങ്ങനെ ഇരിക്കുമ്പോ ജിങ് ജിങ് ഈ ബോട്ട് ഇങ്ങനെ കൂലെ കടലിൽ കൂടെ ഇങ്ങനെ ആ ഒരു ഒഴുക്കാണ്. അതുപോലെ ക്ലീറ്റോ ചേട്ടൻ ഇതിലിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യം. നടരാജൻ പറഞ്ഞ ഞാൻ ഇരിക്കുമ്പോ ദുൽഖർ ഇരിക്കുമ്പോഴുണ്ട്. ശരിക്കും ഉണ്ട്, ദുൽഖർ സൽമാൻ ശരിക്കും ഉണ്ട്. അല്ലേ? പക്ഷെ ഇത് വെക്ക്. ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വാങ്ങണം. പുറകെ ഒരാളിരിക്കുമ്പോൾ ആളിലും വെക്കണോ? നമ്മള് കയറട്ടെ. നെക്സ്റ്റ് നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. കയറിക്കോ. നീ എവിടെ കയറി വെച്ചാ? നീ ഫ്രണ്ട് ഇരിക്കേണ്ടി വരും. അത് വേണ്ട, നമുക്ക് ബാക്കിലിരുന്ന ബാക്കിൽ കയറി അഡ്ജസ്റ്റ് ചെയ്ത് കയറിക്കോ. നമുക്ക് ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ ഒരു 500 രൂപ ആണോ പെട്രോൾ അടിക്കാൻ? തരാം, പോയിട്ട് വാ. അന്നേരം തരാം. കേറുവാണേ. കയറിക്കോ. കേട്ടോ ഡാഡിനെ. പിടിച്ചോ. ഡാഡിനെ കെട്ടിപ്പിടിച്ചിരിക്കടാ ഇങ്ങനെ. അയ്യോ നല്ല രസോടി. എന്തോന്ന് മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞു. അഷ്ടാക്കോലം വന്ന് ചത്തുവോ മനുഷ്യൻ ഇങ്ങനെ നടന്ന് ബഹളം വെച്ചാ? എന്തോ സ്വപ്നം? വണ്ടി? ഏത് വണ്ടി? നിങ്ങൾ കൊണ്ടുവച്ചേക്കണ വണ്ടി. ആ വണ്ടി പിള്ളേരായിട്ട് പിള്ളേരായിട്ട് പോയി ക്ലീറ്റോ. പിള്ളേരായിട്ട് ആക്സിഡന്റ്? ഓ, അങ്ങനെ അത് വിൽക്കാൻ വെച്ചേക്കണ വണ്ടിയല്ലേ, അതിപ്പോ കൊടുക്കുമല്ലോ. ഉമ്മ അത് ഇത് ഓർത്തു. ആ വണ്ടിയിൽ പിള്ളേരൊന്നും കയറ്റണ്ട, നിങ്ങൾ കയറണ്ട. ഞങ്ങ അത്
അവന്മാർ കച്ചവടം തെറ്റിക്കാൻ വേണ്ടിയിട്ടും പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആക്സിഡൻ്റ് ആയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ല. വേണ്ട, എന്തായാലും വേണ്ട. എന്തായാലും അതിവിടെ സ്ഥിരമായിട്ട് വെച്ചേക്കാനൊന്നും പോകണില്ല. അതിപ്പോൾ ആൾ വന്നാൽ അപ്പം എടുത്ത് വിൽക്കുമല്ലോ. അത് വിൽക്കാനുള്ളതാണ്, അത് വിൽക്കും ഞാൻ. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എല്ലാ കച്ചവടവും അവസാനം ആകുമ്പോഴാണ് പൊളിയണത്. ഇത് തുടക്കത്തിൽ തന്നെ പാതി വഴി തന്നെ പൊളിഞ്ഞ്. വിഷമിക്കല്ലേ. എന്നാലും ആ വണ്ടി വാങ്ങിച്ചെന്ന മെക്കാനിക്കിന്റെ കാര്യമാണ്. അയാൾ എന്തൊരു ദുഷ്ടനാണ്. എന്ത് അയാളുടെ കെയർഫിലല്ലേ ക്ലീറ്റോ ചേട്ടൻ വണ്ടി എടുത്തത്. അപ്പൊ അയാൾക്ക് അറിയാലോ ക്ലീറ്റോ ചേട്ടൻ എത്ര രൂപ കൊടുത്ത് എടുത്തതെന്ന്. ഇത് അതിലും കുറച്ച് 10,000 രൂപ കുറച്ച് എടുത്തോളാന്ന്. അത് എവിടുത്തെ ഇതാണ്. പുര കൊത്തുമ്പോ വാഴ വെട്ടണ സ്വഭാവം. ഇത് ലാഭം കിട്ടിയില്ല, കയ്യിലിരിക്കണ പൈസ പോവുകയും ചെയ്തു. ഇല്ലിപ്പണ്ണേ, എല്ലാ മെക്കാനിക്കും എൻ്റെ കൂട്ട് സത്യസന്ധരാവണമെന്നില്ല. ഇത് എനിക്കെന്തെങ്കിലും കിട്ടിക്കൊണ്ട് കരുതിക്കൊണ്ട് എന്നെ ഒഴിവാക്കി ചെയ്തതല്ലേ. ഈ ആളെ കൊല്ലുന്ന വണ്ടി അയാൾ മനഃപൂർവ്വം അച്ചമ്മയുടെ തല വെച്ച് തന്നതാ. അയാൾക്കറിയത് വിറ്റ് പോകത്തില്ലെന്ന്. സത്യം കേട്ടോ, അത് സത്യം. ഇപ്പൊ ലാഭവിധം നോക്കി എന്നെ അങ്ങ് മാറ്റി നിർത്തി. വസ്തു കച്ചവടമോ വണ്ടി കച്ചവടമോ മീൻ കച്ചവടം പോലല്ല. ഇരുചക്ര വാഹനത്തിന് പ്രത്യേക ന്യായമുണ്ട്, അതെനിക്കറിയാം. ഇപ്പൊ എങ്ങനായി? 10,000 രൂപ കയ്യിൽ നിന്ന് പോവുക. ഭർത്താവ് ചിന്തിക്കാൻ പോലും വയ്യ കാലത്ത്. പോട്ടെ, പോയതൊന്നും നമ്മുടെ അല്ലാന്ന് വിചാരിച്ചാൽ മതി. പോട്ടെ വീട്ടോ ചേട്ടാ, എന്തൊക്കെ നഷ്ടം വന്ന ജീവിതത്തിൽ അതിന്റെ കൂട്ടത്തിൽ ഇത് അങ്ങനെ വിചാരിച്ചാൽ മതി. ഇത് വർഷോപ്പിലവർ പറഞ്ഞത് മെക്കാനിക്കിൻ്റെ ആൾക്കാരാണ്. ചേട്ടാ ഇത് ക്ലീറ്റസ് ചേട്ടൻ്റെ വീടല്ലേ ചേട്ടാ? ഞാനാണ് ക്ലീറ്റസ്. എന്തേ? ആ ചേട്ടാ, ഞങ്ങൾക്ക് ആ വണ്ടി വേണം. നമ്മളെ കൂട്ടുകാരൻ ആ വണ്ടിയിലാണ് മരിച്ചത്. അല്ല, അവൻ്റെ അച്ഛൻ്റെ ചോദിച്ചപ്പോൾ ചേട്ടൻ വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞു. നമുക്ക് ആ വണ്ടി ഒന്ന് തരാണെങ്കിൽ ഉള്ളത്. കാരണം അവൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ആ വണ്ടി കൊണ്ടു കിടക്കുന്നത്. അല്ലാതെ കച്ചവടം വേറൊരാളുമായിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെച്ചൊക്കെയാണ്. അല്ല ചേട്ടാ, അത് വണ്ടി നിങ്ങൾ എത്രയ്ക്കാണ് മേടിക്കുന്നത്? അതിനെക്കാട്ട് ഒരു 10,000 രൂപ നമ്മൾ കൂടുതൽ തരാം. എത്ര? 10,000 രൂപ. 10,000 രൂപ നിങ്ങൾ കൂടുതൽ തരാം. ആ വണ്ടി ഞങ്ങൾക്ക് വേണം ചേട്ടാ. കൈ കൊടുക്കാൻ പറ. അവൻ്റെ ഓർമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൈ കൊടുക്കും. ഇതിപ്പം നിങ്ങളുടെ ഓർമ്മയ്ക്കും കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ പിന്നെ അതാണല്ലോ വലുത്. അതെ, നമ്മൾ അതിനകത്ത് ലാഭം നോക്കിയിട്ട് കാര്യം. എനിക്ക് നഷ്ടവും ലാഭം ഒന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞ പൈസ തന്നാൽ മതി. ആയിരിക്കും വേണ്ടി. പൊക്കോ, പോയി എടുത്തോ നിങ്ങളെ കൂട്ടുകാരനെ. നോക്ക് കണ്ടി. കർത്താവേ, എന്തിനീ കരച്ചില്ലേ? ക്ലീറ്റോ ചേട്ടാ, ഈ കച്ചവടം പൊളിഞ്ഞില്ല. ചില കച്ചവടം അങ്ങനെയാണ് ലില്ലിമോളെ. അവസാനം വരെ തീ തീറ്റിക്കും, എന്നിട്ട് കുറേ നമുക്ക് ഐസ് കെട്ട കാര്യം ചെയ്തു. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ട് വരാവേ. പാങ്ങള് കൂട്ടുകാരൻ്റെ വണ്ടിയല്ലേ, നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട്. അല്ല, മേസ്തിരി കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ഈ വസ്തു കച്ചവടവും മീൻ കച്ചവടവും വണ്ടി കച്ചവടവും പോലല്ല ഇരുചക്രവാഹനത്തിൻ്റെ കച്ചവടവും. ഞാൻ ഈ കച്ചവടം ചെയ്ത് തുടങ്ങിയപ്പോൾ റൊണാൾഡോ മേസ്തിരി തൊട്ടിലി കിടന്ന് ഇങ്ങനെ ആടുകയാണ്. അതുകൊണ്ട് എന്നെ ഒരുപാട് കച്ചവടം പഠിപ്പിക്കല്ലേ മേസ്തിരി. അത് ഇപ്പോഴും നല്ല എപ്പോഴും കേട്ടാ. ഇത്രയും നേരം നിക്കറിനകത്ത് പുള്ളി കൊച്ചിൻ്റെ വീട്ടിൽ കിടന്ന് കരഞ്ഞോണ്ടിരുന്ന ആടാ. 15 വന്നപ്പോഴത്തേക്ക് മാറിയില്ല. അതാണ്ടാ ക്ലീറ്റസ്. Jam on it.